എൻ്റെ പേര് ജോർജ്, ഞാൻ കോട്ടയം. സാറേ, ഞാനേ ഇപ്പോഴേ വിളിച്ചതേ ഇപ്പൊ ഈ സ്ത്രീപീഡനം കൊണ്ട് പലരും ആത്മഹത്യ ചെയ്യുകയും പല കേസുകളും സാറിന്റെ ചാനലില് സ്ഥിരം കാണുന്ന ഒരാളാണ്. സാറേ, അതിപ്പോ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അംഗീകരിക്കുന്നു ഈ സ്ത്രീകൾ പറയുന്നതായ കാര്യങ്ങൾ മുഴുവൻ സത്യമാണെന്ന് വിചാരിക്കരുത്. ഇല്ല, നമ്മൾ അങ്ങനെ കരുതുന്നില്ല. എന്റെ അയലത്ത് എനിക്ക് പരിചയമുള്ള ഒരു ഒരാളുടെ ഫ്രണ്ട, അയാളുടെ മകൻ ഇപ്പോഴേ ഇതുപോലെ ഒരു കേസിൽ പെട്ടിരിക്കുക. അയാളെ ഡിപ്പെൻഡ് ആയിട്ട് UK കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവളുടെ വിധം മാറി. പിന്നെ ഇതിനെ നിരന്തരം ഇറങ്ങി പോടാ, ഇട്ടേച്ച് പോടാ, എന്റെ പുറകെ വന്നതല്ലേ, നീ എന്തിനാ അവിടെ കിടക്കുന്നത്? അപ്പൊ ഇവന് അതിനൊക്കെതായിട്ടുള്ള ഇവരുടെ ശമ്പളം കിട്ടുന്നതായ ജോലിയൊന്നും ഇല്ല. എന്റെ പുറകെ വന്നല്ലേ നിരന്തരം ഈ പയ്യനെ കൊണ്ട് ഹറാസ് ചെയ്യുകയാണ്. ഒരു ദിവസം ഇത് സഹിച്ച വയ്യാതെ വന്നപ്പോ എങ്ങനെ ഒരു സാധാരണ രീതിയിൽ ആമ്പിള്ളേരല്ലേ എത്രയാണെന്ന് വരെയും ഇങ്ങനെ ഇട്ടുകൊണ്ട് ആട്ടുമ്പോൾ സഹിക്കുമോ? അങ്ങനെ ഒരു ഉണ്ടായിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, സാറ് ഇത് നമ്മൾക്ക് ഓരോ അനുഭവങ്ങളും ഓരോരുത്തരും ഓരോ ആളുകൾ പറയുമല്ലോ. ആത്മഹത്യ ചെയ്യാനാണെന്ന് വരികയിൽ ഇങ്ങനെ നിന്നെ അനുഭവിച്ച് പീഡനങ്ങൾ സഹിക്കുന്നതായ പുരുഷന്മാർ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. പ്രത്യേകിച്ചും ഈ വിദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന നേഴ്സന്മാരുടെ പുറകെ പോകുന്ന ആണുങ്ങൾ നാട്ടില് ഒരു നല്ല ജോലിയൊക്കെ ഉണ്ടായിട്ടായിരിക്കും അത് കളഞ്ഞിട്ടായിരിക്കും പോണത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ഡിപ്പെൻഡ് വിസയിലല്ലേ പല പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതെല്ലാം ഒന്നും പുറത്താരും പറയുകയില്ല. എനിക്ക് അത്രമേൽ പരിചയമുള്ള ഒരാളായതുകൊണ്ടാണ് ഡീറ്റെയിൽസ് മുഴുവൻ എന്നോട് പറഞ്ഞത്. ഇങ്ങനെയുള്ള സാഹചര്യമാണ് ഇവിടെ നമ്മുടെ നാട്ടിലുള്ളതെന്ന്. നമ്മുടെ നാട്ടിലല്ല, പുറം നാടുകളിലും സ്ത്രീകൾക്ക് അനുകൂലമായ രീതിയിലാണ് നിയമങ്ങൾ മുഴുവൻ. അവരെന്ത് പറഞ്ഞാലും അത് കേൾക്കും, സമൂഹം അംഗീകരിക്കുകയും ചെയ്യും. ഏറ്റുമാനൂർ നടന്നതായ ആത്മഹത്യകളൊന്നും ഞാനതിനെ നിഷേധിക്കുന്നില്ല, ശരിയോ നിഷേധിക്കുന്നില്ല, അങ്ങനെ ആയിരിക്കാം. എന്നിരുന്നാലും പൊതുവായിട്ട് മൊത്തത്തിൽ കണ്ടുവരുന്നതായ ചില പ്രവണതകളാണ് മിക്കവാറും ഈ പ്രവാസികളായിട്ടുള്ള ആളുകളോട് ചോദിച്ചെന്നാൽ അറിയാൻ പറ്റും. ഇവര് ഈ ചെറുപ്പക്കാര് കെണിയപ്പെടുന്നതാണ്. ഈ ഡിപ്പെൻഡ് വിസയിൽ ചെല്ലുക, അവിടെ ചെന്ന് കഴിഞ്ഞാൽ വിവരമായിട്ടുണ്ട് അടിമപ്പണി ചെയ്യിക്കുക, അവസാനം ഇതുപോലെയുള്ള കെണിയപ്പെടുത്തുക, ദുരിതങ്ങൾ. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അതും കൂടി താങ്കൾ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് വരുത്തണം. തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞത് എന്നോട് ഞാൻ യോജിക്കുന്നു. കാരണം ഈ പറയുന്ന പോലെ എല്ലാം നടക്കുന്ന സംഭവങ്ങൾ എല്ലാം ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് എഗൈനിസ്റ്റുള്ള അല്ല കൃത്യങ്ങൾ മാത്രമല്ല, പുരുഷന്മാരും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ അഡ്രസ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ ആ കൊടുത്ത വാർത്തകളെ സ്റ്റോറികളെല്ലാം സ്പെസിഫിക്കാ. ആ സ്ത്രീക്ക് നേരെ വളരെ ഗുരുതരമായ ശാരീരിക പീഡനങ്ങളും എല്ലാം നടത്തി എന്നുള്ളത് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉള്ള ഒരു കേസാണ്. എന്നാൽ മറിച്ച് ഇപ്പൊ അച്ചായൻ പറഞ്ഞ പോലുള്ള ഡിപ്പെൻഡ് വിസയിൽ പോയി അവസാനം അവനെ അവിടെ ഇട്ട് അടിമപ്പണി ചെയ്യിക്കുകയും ഇതുപോലെ അവന്റെ ഐഡന്റിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുകയും പുരുഷപീഡനം ഏൽക്കേണ്ടിയും വരുന്ന ധാരാളം പുരുഷന്മാരും ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നു. അതിനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാനോ അല്ലെങ്കിൽ പറ്റുന്ന ഒരു കാര്യമല്ല. അത് യാതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യവുമല്ല. അത്തരം കാര്യങ്ങളും അവര് ഷെയർ ചെയ്യുന്ന പക്ഷം നമ്മൾ പുറത്തു കൊണ്ടുവരാൻ തയ്യാറാണ്. അതൊന്നും ആർക്കും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഈ പരസ്പര ബഹുമാനത്തോടെ പരസ്പര സഹകരണത്തോടെ പോവുക എന്നത് മാത്രമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പം നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരുപാട് ചെറുപ്പക്കാര് ഇങ്ങനെ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. IT മേഖലയിലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ. ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു നല്ല സാമാന്യം ഭേദപ്പെട്ട ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഡിപ്പെൻഡ് വിസയിൽ അവിടെ പോകും. അവിടെ അങ്ങ് സ്വർഗരാജ്യമാണെന്നും കണ്ടാണ് പോണത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ പറ്റുന്നതായ അബദ്ധം ഇതാണ്. ഇവര് ഇവരുടെ ആശ്രയിച്ചല്ലേ ജനിക്കുന്നത് എന്ന് ചോദിച്ചാണ് പീഡനങ്ങൾ മുഴുവനും. അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷേ സ്ത്രീകളെ പോലെ ആത്മഹത്യ ചെയ്യുകയോ എല്ലാം ഒന്നും പുറത്ത് പറയുകയോ ചെയ്യുന്നില്ല. ആത്മഹത്യ ചെയ്തവരുമുണ്ട്, പക്ഷെ അതൊന്നും ഒന്നും പുറത്തു വരുന്നില്ല. അതൊരു പുരുഷന്മാരെ അനുഭവിക്കുന്നതായ വലിയ പീഡനങ്ങളാണത്. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ആരും ഇങ്ങനെ പറഞ്ഞു കാണുകയില്ല. എല്ലാവർക്കും എല്ലാം സ്ത്രീകളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയുള്ളൂ. സ്ത്രീകളാണെങ്കിൽ മുതലക്കണ്ണീര് ഒഴുക്കിക്കൊണ്ട് വിശ്വസനീയമായ രീതിയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. മുതലക്കണ്ണീര് ഒഴുപ്പിച്ച് പറയാനായിട്ട് പ്രത്യേകമായ കഴിവുണ്ടല്ലോ സ്ത്രീകൾക്ക്. നമ്മുടെ നാട്ടിലെ ഓരോ രീതി അനുസരിച്ച് നോക്കുമ്പോൾ അച്ചിക്കോന്തന്മാരായുള്ള ആളുകൾ ഇവരുടെ അടിമകളായിട്ട് ചിലപ്പോഴേ കിടന്നിരിക്കും. പക്ഷെ എല്ലാവർക്കും ഒന്നും അഭിമാനം സമ്മതിക്കുകയില്ല. നമ്മുടെ നാടിന്റെ സംസ്കാരം അതാണ്. നാട്ടിലെ ഒരു ദാമ്പത്യത്തിനും
അതുപോലെ തന്നെ സ്ത്രീ ജീവിതത്തിനും ഒക്കെ ഒരു 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 സംസ്കാരമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മതാറിലേക്ക് ഇരുന്ന് കഴിയുമ്പോൾ കണ്ടവന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുക, ഇതൊന്നും എല്ലാവർക്കും ഒന്നും പിടിച്ചെന്ന് വരികയില്ല. സ്വന്തം ഭർത്താവാണെന്ന് വരികയിലും ഭർത്താവിന് പോലും. അപ്പൊ അതിനെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ഇത് ഇവർക്കെതിരെ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവർക്കെതിരെ കേസാക്കുക. കേസാക്കി കഴിയുമ്പോൾ പാവം ഇവർ പറയുന്നത് ഒന്ന് വിശ്വസിക്കും. അങ്ങനെ പുരുഷന്മാർ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഒന്നും സ്ത്രീകളെക്കാൾ പുറത്ത് പറയുകയില്ല. ഇന്നത്തെ വിവരമുണ്ട്, പക്ഷെ ഇതൊന്നും വരികയില്ല. കാരണം മരിച്ചുപോയി. കാരണം ഒരു ഒന്നാന്തരം ജോലി എനിക്കറിയാം. ബാങ്കിൽ പിന്നെ ക്യാഷായിട്ട് ജോലി ചെയ്തിരുന്ന ഷെഡ്യൂൾഡ് ബാങ്ക് ക്യാഷായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാള് ഇവരുടെ ഭാര്യയുടെ അതിന് വേണ്ടിയിട്ട് പോയിട്ട് അവസാനം അവിടെ കിടന്ന് അനുഭവിച്ച പീഡനങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പീഡനങ്ങൾ അനുഭവിച്ചുള്ളവരുടെ പേരൊന്നും പറയുന്നില്ല. കാരണം അവര് അഭിമാനം കാത്തു സൂക്ഷിക്കുന്നതാണ്. അങ്ങനെ ഒരു വിഭാഗമുണ്ട് നമ്മുടെ ഇടയ്ക്ക് പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നു. പ്രകാരം ഒരു കൂട്ടർ ഉണ്ടെന്ന് നമ്മളും വിശ്വസിക്കുന്നു. അന്നേരം അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂസ് വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുപോലെ തന്നെ അതേ പ്രാധാന്യം നൽകി അത്തരം കാര്യങ്ങളും അത് ഞങ്ങൾ ഒത്തുവിടും. അങ്ങനെയുള്ള കാര്യങ്ങളെയും ഒരിക്കലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. പീഡനമേൽക്കുന്ന ആരാണേലും, പുരുഷനാണേലും സ്ത്രീ ആണേലും അതിന് തുല്യ പരിഗണനയാണ് നമ്മൾ നൽകുന്നത്. വാർത്തകളും വരുമ്പോൾ അതിന് നല്ല വിശ്വസനീയമായ രീതിയിൽ ന്യൂസ് പിന്നെ ഈ ന്യൂസിൽ വരുന്നുണ്ട്. ഞാൻ മിക്ക സംഭവങ്ങളും ഞാൻ ഇത് കേൾക്കാറുമുണ്ട്. ഇപ്പോഴും ഞാൻ ഒരെണ്ണം ഒരെണ്ണം കേട്ടുവച്ചിരിക്കുകയാണ്. അന്നേരമാണ് ഈ നമ്പർ ഞാൻ വിളിച്ചത്. ഞാനൊരു അധ്യാപകനായിരുന്നു. എനിക്ക് പരിചയമുള്ളവരായ പല പിള്ളേരും ഇങ്ങനെ പിള്ളേർക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ വിളിച്ചറിഞ്ഞതാണ്. അതുകൊണ്ടൊന്നും നമ്മുടെ നാട്ടിലൊന്നും നന്നാകാൻ പോണില്ല. അല്ലെങ്കിൽ വിധി ന്യായങ്ങൾ തന്നെ തിരുത്തണം. അതൊക്കെ ചെയ്യാൻ സാധിച്ച വരട്ടെ. വരുന്ന അനുഭവിക്കാനുള്ളതല്ലാതെ ഇപ്പോൾ പണ്ട് സ്ത്രീകൾ അനുഭവിച്ചതുപോലെ തന്നെയുള്ള യാതനകൾ ഇപ്പോൾ പുരുഷന്മാർ അനുഭവിക്കുകയാണ്. ഇതൊക്കെ ശരിയായിരിക്കാം. ഞാൻ ഈ കേട്ടതൊക്കെ ഓരോ ഏറ്റുമാനൂര് നടന്നതായ സംഭവങ്ങൾ, ഷൈനിയും അതുപോലെ തന്നെ ലിസ്മോളും അവരുടെയൊക്കെ സംഭവങ്ങളൊക്കെ ശരിയായിരിക്കാം. പക്ഷെ പറയുന്നതെല്ലാം അതേപടി തൊണ്ടപെടാതെ പിഴുങ്ങരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.